അപ്പൊ ഗായ്സ് നമ്മൾ ത്രിപുരയിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര തുടങ്ങുകയാണ്. പിന്നെ പുറകിലുള്ള വീട് നമ്മളെ ഭയ്യ, ഈ ബാക്ക് കാണുന്നതാണ് ഈ വീടിന്റെ ഓണർ. ദീദി ഹായ്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. ഞാനും ഭയ്യയും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങളുടെ റോഡൊക്കെ അതിവിദഗ്ധമായ റോഡാണ്. ഞാനിപ്പോൾ ഉള്ളത് അഗർത്തല റെയിൽവേ സ്റ്റേഷനിലാണ്. എന്റെ പുറകിൽ കാണുന്നത് അഗർത്തല റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളെ ഭയ്യ ട്രെയിനിൽ നിന്ന് അപകടം പറ്റാതിരിക്കാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഗൈസ് നടക്കുന്നത്. നമ്മള് S11 കമ്പാർട്ട്മെന്റിലാണ്. അപ്പൊ S11 കമ്പാർട്ട്മെന്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആസാമിലെ ചപ്പർമുക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഭയ്യയുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഭയ്യന്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണ്. റെയിൽവേ സ്റ്റേഷന്റെ പുറകിലാണുള്ളത്. ഇതാണ് നമ്മളുടെ ഓട്ടോ. ഒരു ഓട്ടോയിൽ 15 ആൾക്കാരൊക്കെ പോകും. എന്ത് വിധി ഇത് ഗൈസ്. ഭയ്യ മലയാളം പറയാല്ലേ? നിങ്ങൾക്ക് മലയാളം അറിയാം? അവനറിയില്ല. ഈ ഓട്ടോയിൽ ഇപ്പൊ ടോട്ടൽ ഞങ്ങൾ 15 പേരുണ്ട്. മിസോറാമിൽ പോയപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ മലയാളം അറിയുന്ന ആള് ഇവിടെ വന്നപ്പോൾ ഇവിടെ എൻ്റെ വണ്ടിയിൽ മുന്നിലിരിക്കുന്ന ആൾ മലയാളം പറയുന്നു. ഗായ്സ് നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഗോമാതയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാണുന്ന വണ്ടി, ഈ വണ്ടിക്ക് പറയുന്ന പേരാണ് ടോം ടം ഗായ്സ്. ഇവിടെ മുഴുവൻ ഓട്ടോ പോലെ ഇങ്ങനത്തെ വണ്ടികളാണ് പോകുന്നത്. നമ്മളെ സാധനങ്ങൾ ഒരു ടം ടം വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ ഭയ്യയുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് ടം ടം ഗാഡി. ടം ടം ബാറ്ററി വണ്ടിയാണ്. പക്ഷെ ഒരു ഓട്ടോനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനകത്ത് സഞ്ചരിക്കാൻ പറ്റും. ഞാനും ഭയ്യയും കൂടി ഭയ്യയുടെ വീട്ടിലേക്ക് ടം ടം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ആസാമിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയ്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയ്യ കുറെ നാളുകൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. ഗോപാല, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്കൊന്നും കാണുന്നേ ഇല്ലല്ലോ രാജീവാ. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ദൂരദർശനിലെ കൃഷിദ്വീപൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഭയ്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. ഇതാണ് ഗായ്സ് ഭയ്യയുടെ വീടിന്റെ പുറകുവശം. ഇത് ഭയ്യയുടെ ഫാദറിന്റെ ഇഷ്ടിക ഫാക്ടറിയാണ്. വീടൊക്കെ ചെറുതാണെങ്കിലും വലിയ ഇഷ്ടിക ഫാക്ടറി ഒക്കെ സ്വന്തമായിട്ടുണ്ട്. ഒരുപാട് വർക്കേഴ്സൊക്കെ ഉണ്ട്. അത് രാവിലെ മുതലേ ഇവിടെ ഇഷ്ടിക കളത്തിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഭയ്യക്ക് സ്വന്തമായി പശുക്കളും. ഇത് ഭയ്യയുടെ കുളമാണ്. മീനൊക്കെ ഇവിടുത്തെ കുളത്തിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ പിടിക്കുന്നത്. ഇത് ഭയ്യയുടെ ഫാദർ മീൻ പിടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് ഭയ്യയുടെ വീട്ടിലുള്ള മീൻ വളർത്തുന്ന കുളമാണ്. 2-3 കുളങ്ങളുണ്ട്. ഇതൊരു ചെറിയ കുളമാണ്. എന്നിരുന്നാലും 13 സെന്റോളം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വലുപ്പം. ഭയ്യയുടെ ഫാദർ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭയ്യയുടെ ഫാദർജി വല എറിഞ്ഞിട്ടുണ്ട്. വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മീൻ നമുക്ക് പൊരിച്ച് തിന്നാം. പിടിച്ച മീനൊക്കെ കുളത്തിലേക്ക് തന്നെ കളഞ്ഞിട്ടുണ്ട് ഗായ്സ്. ചെറുതായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗായ്സ് ഭയ്യയുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കിടിലം ഫുഡ് ഗായ്സ്. ഇതിനു മുൻപ് ത്രിപുര അതേപോലെ തന്നെ മിസോറാമിൽ നിന്നും എനിക്ക് ലഭിക്കാത്ത ഭയങ്കര സ്വീകരണമാണ് ഗായ്സ്. ഭയ്യ ഞെട്ടിച്ചു. നോക്കൂ ഗായ്സ്, അടിപൊളി ഫുഡാണ്. നല്ല ബീഫ് റോസ്റ്റ്, റൊട്ടി, ചപ്പാത്തി, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗായ്സ്. ഭയ്യയുടെ വീട്ടിലെ ഓൺ പ്രൊഡക്ഷൻ. സൂപ്പർ കിടിലം ഫുഡ്. നമ്മൾ ഭയ്യയുടെ വെള്ളരിത്തോട്ടത്തിൽ വന്നാണ്. പിന്നെ കുക്കുംബർ ഒക്കെ ഇവിടെ ഉണ്ട്. ഒരു 500 കിലോ ഉണ്ട് എന്നാണ് ടോട്ടൽ ഈ തോട്ടം പറയുന്നത്. ഭയ്യയുടെ വെള്ളരിത്തോട്ടത്തിൽ ഭയ്യ വീടുണ്ടാക്കുന്നുണ്ട്. ഇത് വീടിന്റെ അടുക്കളയാണ്. ബാക്കി ഭാഗങ്ങൾ ഉണ്ടാക്കി വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാണുന്ന കുളം പകുതി നികത്തിക്കൊണ്ട് വീടിന്റെ ബാക്കി ഭാഗങ്ങളും മുറ്റങ്ങളൊക്കെ പോകും. അതേപോലെ തന്നെ ബാക്കി വീടിന്റെ ഭാഗങ്ങൾ, ഇത് കിച്ചൺ മാത്രമാണ്. മുൻപോട്ട് വീടിന്റെ ഭാഗങ്ങളൊക്കെ ഈ തോട്ടം മുഴുവൻ പോകുന്നതാണ് ഭയ്യ വരുന്നത്. അടുത്ത വർഷം മുതൽ കുക്കുംബർ ഒന്നും ഈ പറമ്പിൽ നിന്ന് ഇട്ടില്ല എന്നാണ് ഭയ്യ പറയുന്നത്. ഭയ്യയുടെ കുക്കുംബർ തോട്ടത്തിൽ കുക്കുംബർ പറക്കുകയാണ് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. കുക്കുംബർ തോട്ടത്തിൽ വന്ന് കുക്കുംബർ പറിക്കാം. ഞാൻ ആസാമിലെ നഗോണിലുള്ള മഹാമൃത്യുഞ്ജയ ടെമ്പിളിലാണുള്ളത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമയാണ് എൻ്റെ പുറകിൽ കാണാൻ പോകുന്നത്. ഒരു വലിയ പ്രതിമയാണ്. ഈ പ്രതിമയ്ക്കുള്ളിൽ ഒരു ടെമ്പിളാണ്.
ആ ടെമ്പിളിന് ചുറ്റും ബിൽഡിംഗ് പോലെയുള്ളത് ശിവന്റെ ഒരു വലിയ പ്രതിമയാണ്. വളരെ ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലേക്ക് പോകാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമ. ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആസാമിലെ നഗോൺ എന്ന സ്ഥലത്തുകൂടിയാണ്. സമയം രാവിലെ 10 മണിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഭയ്യയും കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. 10 മണിക്ക് മൂടൽമഞ്ഞ് നിറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റ് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആസാമിലെ മഹാമൃത്യുഞ്ജയ ടെമ്പിളിലാണുള്ളത്. ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വലിയ പ്രതിമയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ദൂരത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി. ക്യാമറയിൽ എത്രത്തോളം ആ ഭംഗി ലഭിക്കുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് കാണാം. ആസാമിലെ നഗോണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാശിവലിംഗമായിട്ടുള്ള ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. 2021 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 128 ഫീറ്റ് ഹൈറ്റ് ആണ് ഈ ടെമ്പിളിന്റെ ഹൈറ്റ്. ഒരുപാട് തീർത്ഥാടകർ വരുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നഗോണിലുള്ള ഈ മൃത്യുഞ്ജയ ടെമ്പിൾ. അപ്പോൾ ഗായ്സ്, ഞാൻ ഭയ്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ചെറിയ കുറച്ച് നേരത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട കുറേ പച്ചക്കറികളും ഒരു വർഷത്തേക്ക് വേണ്ട അരിയും ഒക്കെ തന്നെ ഇവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് വേണ്ട അരി മുഴുവൻ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ, അതേപോലെ തന്നെ ഫിഷ്, ഈ സംഗതികളൊക്കെ തന്നെ വീട്ടിൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. ഒരു വല്ലാത്ത ഫീലിംഗ്. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്ത് പോയിട്ട് തൊട്ടടുത്ത കുളത്തു നിന്ന് കുറച്ച് കടലമീനിനെ പിടിക്കുക, അതിനെ കറി വയ്ക്കുക, പൊരിക്കുക, കഴിക്കുക. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. എന്തായാലും ഒരു അടിപൊളി അനുഭവം. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു അടിപൊളി അനുഭവമായി എനിക്കിത്. ഗായ്സ്, സമയം ഉച്ചയ്ക്ക് 1:05. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആകെ മൂടൽമഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ആസാമിൽ ഗുവാഹട്ടി ടൗണിലാണ്. നമ്മൾ ആസാം എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു പിക്ചറുണ്ട് നമ്മളെ നാട്ടിൽ ആസാമീസിനെ കണ്ടിട്ട്. പക്ഷേ അങ്ങനെയല്ല. ഭയങ്കര ഡെവലപ്ഡാണ് ഇവിടുത്തെ റോഡുകൾ, അതേപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ, എല്ലാ ബ്രാൻഡിൻ്റെ ഷോപ്പുകളും ഒക്കെയുള്ളൊരു വളരെ വലിയ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ആസാം ഗുവാഹട്ടി സിറ്റി. ഇത് അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു സിറ്റി ബസ്സാണ് ഗൈസ്. ഞാനിപ്പം ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആസാമിലൊരു ഫേമസ് ഫുഡാണ്. കിത്വ എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. സൂപ്പറാണ്. ഭയങ്കര തിരക്കാണ് ഇത് വിൽക്കുന്ന ബേക്കറിയിൽ. പാല് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഒരു പ്രൊഡക്റ്റാണ്. കിടിലൻ ടേസ്റ്റ്. ഒരുപാട് ടൈപ്പ് മിൽക്ക് കൊണ്ട് മെയ്ഡ് ചെയ്ത കുറേ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റിനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഗൈസ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത്. ഹലോ ഗായ്സ്, ഞാൻ ഉള്ളത് ആസാം ഗുവാഹട്ടി എയർപോർട്ടിലാണ്. നാട്ടിലേക്കുള്ള മടക്ക യാത്ര ഇവിടുന്നാണ്. അപ്പോൾ നമ്മൾ ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നും നേരെ നാട്ടിലേക്ക് പറക്കാൻ പോവാണ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ചെന്നൈ ആണ് ആദ്യം, ദെൻ ചെന്നൈ ടു കൊച്ചി എന്നുള്ള രീതിയിലാണ് ഫ്ലൈറ്റ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ചെന്നൈയിലേക്കുള്ള യാത്രയിലാണ്.